സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അത് കുറേയൊക്കെ സാമുദായിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ആര് വിചാരിച്ചാലും സ്വർണം കട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല. UDF ഏത് വിപരീത സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത്. ഞങ്ങളെല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒരു കാരണവശാലും VD സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. അത് VD സതീശനെതിരായിട്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആര് വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും. അത് VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരാണ്. അവരെ പുറമേ നിന്നുള്ള ആര് വിമർശിച്ചാലും അതിനെ ഞങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യും. അല്ല, അത് ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്വർണം കട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല, അതെനിക്ക് ഞാൻ പറയുന്നില്ല. ആര് ശ്രമിച്ചാലും തൊട്ട് നടക്കൂല. അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട്. ഞങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം കൊണ്ടുമല്ല. അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശവും ഒരു സമുദായത്തിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയാണ് ഞങ്ങൾ വിമർശിച്ചത്. അതൊരിക്കലും ആ സമുദായത്തിനോടുള്ള വിമർശനമല്ല. അല്ല, അതിപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അല്ല, സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പരിപൂർണമായി സംഘപരിവാർ അജണ്ടയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. 2 ജില്ലകൾ ചൂണ്ടിക്കാണിച്ച് ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നവരുടെ പേര് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് വർഗീയതയല്ലേ? അങ്ങനെ ഒരു വർഗീയത BJPക്കാർക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പേര് പറഞ്ഞിട്ടുള്ള വർഗീയത. അത് മാത്രമല്ല, മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഐഷ പോറ്റി കോൺഗ്രസ്സിലേക്ക് ചേർന്നപ്പോൾ അന്ന് ഉച്ച മുതൽ CPM നേതാക്കന്മാർ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. MA ബേബി പ്രതികരിച്ചു, ഗോവിന്ദമാഷ് പ്രതികരിച്ചു. ആ ഐഷ പോറ്റിയോടൊപ്പം 15 കൊല്ലം CPMൻ്റെ MLA ആയിരുന്ന രാജേന്ദ്രൻ BJPയിലേക്ക് പോയപ്പോൾ ഒരക്ഷരാരും മിണ്ടിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പൂർണ്ണമായി മാർക്സിസ്റ്റ് പാർട്ടി സംഘപരിവാറിൻ്റെ കേരളത്തിൻ്റെ ഒരു B ടീമായി മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സജി ചെറിയാൻ്റെ പ്രസ്താവനയും അതുപോലെ തന്നെ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മൗനവും. വെള്ളാപ്പള്ളി ഒരു കടുത്ത വർഗീയവാദിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തിനോട് മാത്രമാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഞങ്ങളെ നേതാക്കന്മാരെ ആര് വിമർശിച്ചാലും, VD സതീശനെ വിമർശിച്ചാലും, രമേശ് ചെന്നിത്തലയെ വിമർശിച്ചാലും, സണ്ണി ജോസഫിനെ വിമർശിച്ചാലും ഞങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. ഏതാ? എങ്ങനെ? അല്ല, അത് നല്ല കാര്യമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. പക്ഷെ അതുകൊണ്ട് അത് ഞങ്ങൾക്കെതിരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എങ്ങനെ? അതിന് രാഷ്ട്രീയമായിട്ട് അതിനെ കൂട്ടിക്കുഴയ്ക്കണ്ട. അല്ല, അത് മുമ്പും വന്നിട്ടുണ്ടല്ലോ.
നായാടി മുതൽ നസ്രാണി വരെ ഇത്തവണ കൂട്ടിയിട്ടുണ്ട്. അതായിക്കോട്ടെ. ഏതായാലും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ആ സമുദായ നേതാക്കന്മാർ പറഞ്ഞോളൂ. പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ ഒരു വിമർശനത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമാണ്. കാന്തപുരത്തിൻ്റെ ആ യാത്ര അതിൻ്റെ അന്തസ്സ് കെടുത്തുന്ന പ്രസ്താവന നടത്തിയത് പിണറായി വിജയനാണ്. മാറാട് അവിടെ വലിച്ചഴച്ചപ്പോൾ ശക്തമായിട്ട് മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ്. ഇതിലൊരു തെറ്റുമില്ല. അങ്ങേക്ക് ഈ വെള്ളാപ്പള്ളിയുടെ ഒപ്പം തന്നെ ഈ സുകുമാരൻ നായരുടെ ഈ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ CPM-ന്റെ ഇടപെടലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ചില ഫോൺ കോളുകൾ വന്നു എന്ന് പത്രത്തിൽ വായിച്ചു. അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അല്ല, അങ്ങേക്ക് ഇത്ര രാഷ്ട്രീയമായ ആഴമുള്ള ഒരു മനുഷ്യനല്ലോ, കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ ഇതെങ്ങാടെ പോകുന്നത് എന്നുള്ളത്. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും UDF-ന് ദോഷകരമായി ബാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്വർണം കട്ട കള്ളന്മാർക്ക് ജനം വോട്ട് ചെയ്യില്ല. ഈ പ്രതിപക്ഷ നേതാവിനെ വീരാളിപ്പെട്ട് ഉദപ്പിച്ച് കിടത്താനേ പാർട്ടി എന്നുള്ള ശ്രമമാണോ ഇത്? പാർട്ടിയൊക്കെ ഒരുമിച്ചാണ് നീങ്ങുന്നത്. പാർട്ടിക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ആരും നോക്കണ്ട. പ്രതിപക്ഷ നേതാവിന് അനുകൂലമായിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ ഘടകങ്ങളും നിലകൊണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാം, ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡിൻ്റെ തീരുമാനവുമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. സുകുമാരൻ നായർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പെരുന്നയിൽ തിണ്ണനിറങ്ങാൻ പോയി എന്നാണ്. ഈ സാമുദായിക നേതാക്കന്മാരെ എല്ലാവരും സന്ദർശിക്കാറുണ്ട്, ഞാനും സന്ദർശിക്കാറുണ്ട്. അതിനെ തിണ്ണ നിരങ്ങുക എന്നല്ല അർത്ഥം. അവരുടെ സമുദായത്തിനോടുള്ള ബഹുമാനം ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവും പോകാറുണ്ട്, ഞങ്ങളും പോകാറുണ്ട്. സമുദായ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. തീർച്ചയായിട്ടും NSS-ന്റെ സമുദായ ആചാര്യൻ്റെ ആസ്ഥാനത്ത് ഞങ്ങൾ പോകാറുണ്ട്. അതിന് എന്താ പറയുക, അതിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതൊന്നും തലയിൽ കൊണ്ടിട്ടിട്ടില്ല, നേരിട്ടിട്ട് തന്നെ പോകാറുണ്ട്. ഞാനും എല്ലാ മന്നം ജയന്തിക്കും ഞാൻ പോകാറുണ്ട്. ക്ഷണിച്ച പരിപാടികൾക്ക് SNDP-യുടെ എല്ലാ പരിപാടികളും ഞാൻ പോകാറുണ്ട്. ഏത് സമുദായം വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. അല്ല, പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടി അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനം, അതാണ് പാർട്ടിയുടെ നയം. അത് ഞങ്ങളെ വിമർശിച്ചാൽ വിമർശനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നതല്ലാതെ അതാത് സമുദായങ്ങളെ ഒരിക്കലും മോശപ്പെട്ട് ഞങ്ങൾ ചിത്രീകരിക്കില്ല. അല്ല, ഞാൻ പറയാം, അത് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിക്കാറുണ്ടല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് ആ പ്രദേശത്തിൻ്റെ MP ആണ്. അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാണാറുണ്ട്, ജനറൽ സെക്രട്ടറിയെ കാണാറുണ്ട്. ഒരു തെറ്റുമില്ല. ഞങ്ങളും അതിലേ പോകുമ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാറുണ്ട്. അതിലെ തെറ്റുണ്ടായതുകൊണ്ടല്ലേ ഇത് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് തന്നെയല്ലേ എങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു സമുദായ നേതാവിനെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെനിക്കറിയില്ല, അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതൊക്കെ ഞങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും അതൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഞാൻ പറഞ്ഞ അത് അദ്ദേഹം സ്ഥിരം അവിടുത്തെ MP ആണ്. അവിടുത്തെ MP അതിലേ പോകുമ്പോൾ അവിടെ കയറും. ഞാൻ ഏത് കോൺഗ്രസ് നേതാവിനെതിരായിട്ട് വന്നാലും ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കും. അത് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും പിന്തുണ കൊടുക്കും, KC വേണുഗോപാലിനാണെങ്കിലും പിന്തുണ കൊടുക്കും. ഏത് നേതാവിനും ഞാൻ പിന്തുണ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട്. പക്ഷേ ഒരു പരസ്യ പ്രതികരണം ഞാൻ നടത്താറുണ്ട്. ആരും ഉള്ളിൽ ചിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടി UDF ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ UDF ജയിച്ചു വന്നാൽ ഞങ്ങളെല്ലാവരും ചിരിക്കും. പാർട്ടി ആരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകാറില്ല. പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടാൻ പോയിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.